Good morning, students. Now we are going to start the 6th module. ഇതാണ് നമ്മുടെ last module. ഇത് വളരെ ചെറുതായിട്ടും simple ആയിട്ടുള്ള ഒരു module ആണ്, but there are algorithms which you need to learn. Okay, so now ഇത്രയും chapters നമ്മൾ പഠിക്കുമ്പോഴും module 1 തൊട്ട് module 5 വരെ നമ്മൾ supervised learning ന്റെ different techniques ഉം methods ഒക്കെയാണ് നമ്മൾ നോക്കിയത്. Okay, now we are going to look at unsupervised learning. Now, എന്താണ് unsupervised learning? If you remember your first chapter, അതിൻ്റെ അകത്ത് unsupervised learning എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. Unsupervised learning is when നമ്മുടെ data setൽ നമുക്ക് class labels ഇല്ല. Okay, നമുക്ക് ആ കൂടെ ഉള്ളത് കുറെ വേരിയബിൾസ് ആണ്, ഫീച്ചേഴ്സ് ആണ്, ഓരോ ഡേറ്റയുടെയും ഫീച്ചേഴ്സ് ആണ് നമുക്കുള്ളത്. ഈ ഫീച്ചേഴ്സ് വെച്ചിട്ട് സിമിലർ ആയിട്ടുള്ള ഡേറ്റയെ നമ്മൾ ക്ലസ്റ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ ഒരു സെറ്റ് ആക്കി മാറ്റുന്നു. ഓക്കെ, സോ നമ്മൾ സിമിലാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ മെത്തേഡ്സ് യൂസ് ചെയ്യാം, കുറെ അൽഗോറിതംസ് ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ക്ലസ്റ്റർ ചെയ്യാനായിട്ട് കഴിയും. ഓരോ ക്ലസ്റ്ററിംഗ് ടെക്നിക്കിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. Okay, we are just going to look at some of the most commonly used methods for unsupervised learning or clustering. Okay, ഇതാണ് നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത്. ക്ലസ്റ്ററിംഗ് മെത്തേഡ്സിൽ കെ മീൻസ് ആണ് ആദ്യം ഞാനിപ്പോൾ എടുക്കാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് എക്സ്പെക്ടേഷൻ മാക്സിമൈസേഷൻ അൽഗോറിതം ആൻഡ് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ്, ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിംഗ്. ഇത്രയേ ഉള്ളൂ, 4 ടോപ്പിക്കേ ഉള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ക്ലസ്റ്ററിംഗ്. Clustering analysis is the task of grouping a set of objects in such a way that objects in the same cluster are more similar to each other than those in other clusters. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്രൂപ്പ് ആക്കുമ്പോൾ ആ ഗ്രൂപ്പിന്റെ ഉള്ളിലുള്ള എല്ലാ ഡേറ്റയും ഏകദേശം സെയിം ആയിരിക്കണമെന്നല്ല, സിമിലർ ആയിരിക്കണം. It must have characteristics which are similar. ഒരു കോമൺ ബേസ് ഉണ്ടായിരിക്കണം ആ എലമെന്റ്സിന്. വേറൊരു ക്ലസ്റ്റർ ഞാൻ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്ലസ്റ്ററിന്റെ ഉള്ളിലുള്ള ഡേറ്റ എന്ന് പറയുന്നത് മസ്റ്റ് ബി മോർ സിമിലർ ദാൻ ദി സിമിലാരിറ്റി ടു ദിസ് ഡേറ്റ സെറ്റ്. സോ ഇതിൻ്റെ അകത്തുള്ളത് ഇതിന്റെ സിമിലാരിറ്റീസ് ഉണ്ടാകാം, പക്ഷെ സിമിലാരിറ്റീസ് വിത്ത് ദിസ് ഡേറ്റ മസ്റ്റ് ബി മോർ ദാൻ ദിസ് ഡേറ്റ. ഓക്കെ, സോ ഇൻട്രാ ക്ലസ്റ്റർ സിമിലാരിറ്റി മസ്റ്റ് ബി ഹൈ and inter cluster similarity must be low. Clear ആണോ? ഒരു ക്ലസ്റ്ററിന്റെ അകത്ത് ഉള്ള ഡേറ്റാസ് must be more similar to each other than similar to data in other clusters. That is why intra അകത്തുള്ള ഡേറ്റ കൂടുതൽ സിമിലർ ആയിരിക്കണം, ഇന്റർ വേറെ ക്ലസ്റ്റേഴ്സിലുള്ള ഡേറ്റയെക്കാളും കൂടുതൽ സിമിലർ ആയിരിക്കണം അകത്തുള്ള ഡേറ്റയുടെ ക്ലസ്റ്റേഴ്സ്. സോ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് രണ്ട് ക്ലസ്റ്റേഴ്സ് ആക്കുമ്പോഴത്തേനും ഇതിൻ്റെ അകത്തുള്ള ഡേറ്റയുടെ ഒരു സിമിലാരിറ്റിയും ഈ ഡേറ്റയ്ക്ക് ഇല്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ളത് കൂടുതൽ സിമിലർ ആണ് വെൻ കമ്പയർഡ് ടു ദ ഡേറ്റ ഇൻ അനദർ ക്ലസ്റ്റർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ 2 എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. 7 എന്ന് പറയുന്ന നമ്പറിനെ മാത്രം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻസ് 7 എഴുതുന്ന ഒരു വെട്ടില്ലാതെയും ബ്രിട്ടീഷേഴ്സ് 7 എഴുതുന്ന ഒരു വെട്ടോടുകൂടിയുമാണ്. ഓക്കെ, സോ ഈ ക്ലസ്റ്റർ തന്നെ എടുത്തു കഴിഞ്ഞാൽ ബോത്ത് 7s ഹാവ് ഗോട്ട് സിമിലാരിറ്റീസ്. ഓക്കെ, ബട്ട് ദി അമേരിക്കൻ ക്ലസ്റ്റർ വിൽ ഹാവ് സിമിലാരിറ്റീസ് വിതിൻ ഇറ്റ് സെൽഫ്. അപ്പൊ ഈ വെട്ടില്ലാതെ എഴുതുമ്പോഴും പല രീതിയിൽ മനുഷ്യർക്ക് എഴുതാം. സോ അത് വിൽ ബി മോർ സിമിലർ ടു ദി American cluster of 7 and than the British cluster of 7. So there will be 2 clusters of the same number. Okay, ഇനി സ്പീച്ച് റെക്കഗ്നിഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു വാക്ക് തന്നെ with different pronunciations. Okay, for example potato potato പറയും, ടൊമാറ്റോ ടൊമാറ്റോ എന്ന് പറയും. ഓക്കെ, സോ ഇത് രണ്ടും ഒരേ വാക്ക് തന്നെയാണ്, രണ്ടും തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മൾ ക്ലസ്റ്റർ ചെയ്യുവാണെങ്കിൽ പ്രോബബ്ലി 2 ക്ലസ്റ്റേഴ്സ് ആയിട്ടായിരിക്കും അത് ക്ലസ്റ്റർ ആയി വരുന്നത്, ബിക്കോസ് ഓഫ് ദ വേ ഇൻ വിച്ച് ഇറ്റ് ഇസ് ബീങ് പ്രൊനൗൺസ്ഡ്. ഓക്കെ, ഇനി ലെറ്റ്സ് മൂവ് ടു ദ ഫസ്റ്റ് ടോപ്പിക് ഇൻ അവർ സിലബസ്, കെ മീൻസ് ക്ലസ്റ്ററിംഗ്. ഇത് പരീക്ഷയ്ക്ക് എക്സാമ്പിൾ കൊടുത്ത് ക്ലസ്റ്റർ ചെയ്ത് ഫൈനൽ ക്ലസ്റ്റേഴ്സ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഹാസ് been asked in the first batch. Okay, ആദ്യത്തെ ബാച്ചിൽ കെ മീൻസ് ക്ലസ്റ്ററിംഗ്
ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ചിട്ടുണ്ട്. K means clustering is very similar, simple. Okay, നമുക്കൊരു ഡേറ്റ സെറ്റ് തന്നിട്ടുണ്ട്, അതിന് ക്ലാസ് ഇല്ല, അപ്പൊ നമുക്ക് അറിയത്തില്ല വേർ ഇറ്റ് ബിലോങ്സ്. Okay, we don't have class labels. Okay, പക്ഷെ നമുക്കറിയാം ഈ ഡേറ്റയ്ക്ക് K clusters ഉണ്ട് അല്ലെങ്കിൽ K groups ഉണ്ട് എന്ന് നമുക്ക് അറിയാം. Okay, so finally I want to get K groups or clusters from my data set. That is the assumption of a K means clustering algorithm. എനിക്കറിയാം K എന്ന വാല്യൂ എന്താണ് എന്ന് എനിക്കറിയാം. എന്നിട്ട് അത്രയും ക്ലസ്റ്റേഴ്സ് ആണ് at the end of the algorithm എനിക്ക് വേണ്ടിയത് എന്നും എനിക്ക് അറിയാം. അപ്പൊ ഇതെങ്ങനെ ചെയ്യും? ഫസ്റ്റ് നമുക്കൊരു ഡേറ്റ സെറ്റ് ഉണ്ട്. ഈ ഡേറ്റ സെറ്റിൽ നിന്നും ഏതെങ്കിലും K ആർബിട്രറി വാല്യൂസ് ചൂസ് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഓക്കെ, റാൻഡംലി നമ്മൾ K arbitrary values select ചെയ്യും from the data set, and those K values will be assumed to be the initial center of each cluster. Okay, so ചുമ്മാ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് K values സെലക്ട് ചെയ്തു, ഡേറ്റ സെറ്റിൽ നിന്ന് K values സെലക്ട് ചെയ്തിട്ട് ഓരോന്നും ഓരോ ക്ലസ്റ്ററിന്റെ സെന്റർ ആണ് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് ഈ സെറ്റ് ചെയ്തിരുന്ന ഇനീഷ്യൽ സെന്റേഴ്സിന്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഡേറ്റയും ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, സോ K സെന്റേഴ്സ് ഉണ്ട് എനിക്ക്. ഓരോ ഡേറ്റയും എടുത്തിട്ട് ഞാൻ ഈ K സെന്റേഴ്സിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ഏത് സെന്ററിലേക്കാണോ ആ പർട്ടിക്കുലർ ഡേറ്റ ക്ലോസസ്റ്റ് ആയിട്ടിരിക്കുന്നത്, ദാറ്റ് മീൻസ് ദ ഡിസ്റ്റൻസ് ഇസ് ദ ലീസ്റ്റ്, മിനിമം ഡിസ്റ്റൻസ് ഏത് സെന്ററിലേക്കാണോ ആ ക്ലസ്റ്ററിലേക്ക് ഞാൻ ഈ ഡേറ്റയെ ഇടും. അങ്ങനെ എല്ലാ ഡേറ്റാസിനെയും ഇൻ മൈ ഡേറ്റ സെറ്റ് ഐ വിൽ put it into one of the K clusters depending on the distance from the centers. Okay, appo initially enike K cluster kitti, initial K clusters kitti. ഇനി എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സെന്റേഴ്സ് ഞാൻ ചുമ്മാ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തത്, അത് കറക്റ്റ് ആയിരിക്കണമെന്നില്ല. അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഓരോ ക്ലസ്റ്ററിലും കുറെ ഡേറ്റ ഉണ്ടല്ലോ ഇപ്പം, ആ ഡേറ്റ ക്ലസ്റ്ററിന്റെ അകത്തുള്ള എല്ലാ ഡേറ്റയും കൂടെ ആവറേജ് ചെയ്യും. എന്നിട്ട് ആ ആവറേജിനെ പുതിയ സെന്റർ ആക്കും ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ക്ലസ്റ്റർ. അങ്ങനെ K ക്ലസ്റ്റേഴ്സിന്റെയും ഡേറ്റയെ ആവറേജ് ചെയ്തിട്ട് കിട്ടുന്ന ആവറേജ് പോയിന്റിനെ ഞാൻ സെന്റർ ആക്കും. അപ്പൊ ഇതെങ്ങനെ ആവറേജ് ചെയ്യുന്ന, എനിക്ക് x1 x2 x3 ആണ്, സോറി x1 y1 x2 y2 x3 y3 ആണ് 3 പോയിന്റ് ഉള്ളത് ഒരു സെന്റർ എന്ന് വിചാരിക്കുക. ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ആദ്യം x കോർഡിനേറ്റിന്റെ ആവറേജ് കണ്ടുപിടിക്കും. സോ ഐ വിൽ ഡു x1 plus x2 plus x3 divided by 3, comma y1 plus y2 plus y3 divided by 3, and I will get a new point x average, comma y average. അതാണ് എൻ്റെ സെന്റർ, ന്യൂ സെന്റർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ ചെയ്തത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഈ പുതിയ സെന്റേഴ്സ് വെച്ചിട്ട് എല്ലാ പോയിന്റിനെയും ഞാൻ ക്ലസ്റ്റർ ചെയ്യും, റീക്ലസ്റ്റർ ചെയ്യും. എന്നിട്ട് ഐ വിൽ ചെക്ക് ഇഫ് ദ സെന്റേഴ്സ് ഹാവ് ചേഞ്ച്ഡ്. ഓക്കെ, എവിടെയെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്, റീ അസൈൻമെന്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ദെൻ എഗെയിൻ ഞാൻ ആവറേജ് കണ്ടുപിടിക്കും, പുതിയ പോയിന്റ്സ് ഏതാണെന്നുള്ളത് ഓരോ ക്ലസ്റ്ററിന് കണ്ടുപിടിക്കും. എന്നിട്ട് ഈ സ്റ്റെപ്പ് വീണ്ടും ചെയ്യും. അങ്ങനെ ഐ കീപ് കണ്ടിന്യൂയിങ് ടിൽ ദ സ്റ്റോപ്പിംഗ് ക്രൈറ്റീരിയ. ഒത്തിരി സ്റ്റോപ്പിംഗ് ക്രൈറ്റീരിയ ഉണ്ട്. അതിലൊരു സ്റ്റോപ്പിംഗ് ക്രൈറ്റീരിയ ഇസ് ദാറ്റ് നമ്മുടെ പോയിന്റുകൾ മാറിയില്ല, പ്രീവിയസ് ഐട്രേഷനും അടുത്ത ഐട്രേഷനും തമ്മിലുള്ള ഡിഫറൻസ് ഒന്നുമില്ല. നോ പോയിന്റ്സ് were reassigned, so there is no difference in the centers. If there are no difference in the centers, then ഞാൻ എത്ര പ്രാവശ്യം ചെയ്താലും അതേ പോയിന്റ് തന്നെ കിട്ടത്തുള്ളൂ. That will be my final cluster. Okay, so this is K means clustering. First, choose K points arbitrarily as the centers of the clusters, one for each cluster. അത് കഴിഞ്ഞിട്ട് associate each of the data points with the nearest cluster. അപ്പൊ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് നിയറസ്റ്റ് ക്ലസ്റ്ററിനെ ആ നിയറസ്റ്റ് ക്ലസ്റ്റർ ഏതാണോ അതിലേക്ക് ഡേറ്റ പോയിന്റിനെ ഇടുക. അത് കഴിഞ്ഞിട്ട് take the average of the data points associated with a center and replace the center with the average. And this is done for all the centers. K clustersനും ഇതേ പരിപാടി ചെയ്യണം. Then repeat the process until centers converge. Centers converge എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് സെന്ററിന്റെ പോയിന്റുകളും അടുത്ത സെന്ററിന്റെ പോയിന്റുകളും തമ്മിൽ വ്യത്യാസമില്ല, അപ്പോഴാണ് കൺവേർജ് ചെയ്യുന്നത്.
The data points nearest to the centers form the various clusters in the data set. അപ്പോൾ ഫൈനലി ആ സെന്റേഴ്സ് മാറാതിരിക്കുമ്പം ഏതൊക്കെ പോയിന്റ്സ് ആണോ ഓരോ ക്ലസ്റ്ററിലുള്ളത് അതാണ് K cluster. Okay, and each cluster is represented using the center. എല്ലാ പോയിന്റും കൂടെ വെച്ചിട്ടല്ല, ഓരോ ക്ലസ്റ്ററിന്റെയും റെപ്രസെന്റേഷൻ സെന്റർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. Okay, now let's look at an example. ഇതുപോലത്തെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരുന്നത് on clustering. Okay, use K means clustering algorithm to divide the following data into 2 clusters. I think for the question paper it was 3 clusters. Okay, and also compute the representative data points for the clusters. അപ്പോൾ ഈ അൽഗോരിതം അപ്ലൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ, വേറെ ഒരു കാര്യവും ഇല്ല ഇവിടെ. Okay, so രണ്ട് ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. So K is equal to 2. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് റാൻഡം ആയിട്ട് 2 പോയിന്റ് അങ്ങ് സെലക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഏത് പോയിന്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമ്മൾ ഇനിഷ്യൽ പോയിന്റ്സ് സെലക്ട് ചെയ്യുന്ന ബേസിസിൽ ചിലപ്പം നമ്മുടെ ക്ലസ്റ്റർ പോയിന്റ്സ് ഡിഫർ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഡസന്റ് മാറ്റർ. അൽഗോരിതം കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തോ ഇല്ലയോ എന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, സോ നമ്മൾ 2 പോയിന്റ് റാൻഡം ആയിട്ട് പിക്ക് ചെയ്തു, ആൻഡ് ദാറ്റ് ഇസ് ദ വെക്ടർ വി. ഓക്കെ, ഇനിഷ്യൽ ക്ലസ്റ്റേഴ്സ് ആണ് വി എന്ന് പറയുന്നത്. സോ they have taken the second point 2 1 and the third point 2 3 as the initial clusters. Cluster and the center. Okay, initial cluster centers ആയിട്ട് second point and third point ആണ് എടുത്തിരിക്കുന്നത്. Okay, now എന്തുവാ ചെയ്യേണ്ടത്? ഓരോ സെന്ററിൽ നിന്നും ഓരോ ഡേറ്റാ സെറ്റിന്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഒരു ടേബിൾ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് എളുപ്പം. സോ ലുക്ക് വാട്ട് they have done. ആദ്യം x1 x2 x3 അങ്ങനെ 6 പോയിന്റ് ഉണ്ട്. 6 പോയിന്റിന്റെയും ആക്ച്വൽ എക്സ് വാല്യൂം വൈ വാല്യൂം ഇട്ടിട്ടുണ്ട്. ആൻഡ് ദെൻ വി ആർ ഫൈൻഡിങ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഫസ്റ്റ് സെന്റർ ആൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെക്കൻഡ് സെന്റർ. അങ്ങനെ ഓരോന്നിന്റെയും ദിസ് ഇസ് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ആണ്. സോ ഐ ഹോപ്പ് യു നോ ഹൗ ടു ഡു ദാറ്റ്. x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 വെക്ടർ കൂടുതലുണ്ടെങ്കിൽ അപ്പൊ അതിനനുസരിച്ച് ചെയ്തോണം. സ്ക്വയർ റൂട്ട് ഓഫ് x minus y the whole squared ആണ്. Okay, so if there are, this is just a 2-dimensional vector, so we have only that much, but if it is more then അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം. Yes, Euclidean distance. I hope you remember what Euclidean distance is. Okay, എന്നിട്ട് ഇതിന്ന് മിനിമം ഡിസ്റ്റൻസ് ഏതാണ് എന്ന് ഓരോ പോയിന്റിന്റെയും ചെക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ ആദ്യത്തെ പോയിന്റിന്റെ മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ സെന്ററിലേക്കാണ്. സോ ദിസ് ഇസ് put into the first cluster. Okay, second point in the minimum distance again first center lake. So again that is also put into the first cluster. Okay, third point in the minimum distance is with the second center, so it is given to the second cluster. Third point നോക്കി കഴിഞ്ഞാൽ it is equidistant. രണ്ട് സെന്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണത്തിലേക്ക് കൊടുക്കാം. ഇവിടെ അവർ 1ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അഞ്ചാമത്തേതിന്റെ സെക്കൻഡ് സെന്റർ ആണ് സ്മോൾ ഡിസ്റ്റൻസ്. സോ ഇറ്റ് ഇസ് ഗിവൺ ടു v2 ആൻഡ് 6th പോയിന്റ് സെക്കൻഡ് സെന്ററിലേക്കാണ് മിനിമം ഡിസ്റ്റൻസ്. സോ ഇറ്റ് ഇസ് ഓൾസോ ഗിവൺ ടു v2. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് ആസ് സെന്റർ ഫസ്റ്റ് ക്ലസ്റ്ററിലേക്ക് ദ ഡേറ്റ പോയിന്റ്സ് x1 x2 and x4 are in the first cluster and x3 x5 and x6 are in the second cluster. Okay, ഇനി എന്തുവാ ചെയ്യേണ്ടത്? ഈ x ആദ്യത്തേതിന്റെ 1 1 2 1 and 3 2 are in the first cluster. ഇതിന്റെ ആവറേജ് എടുക്കണം. So 1 plus 2 plus 3 is 6. 6 divided by 3 is 2. So പുതിയ സെന്ററിന്റെ x coordinate is 2. രണ്ടാമത്തേത് 1 plus 1 plus 2 that is 4. 4 divided by 3 എന്ത് വാല്യൂ ആണ്? അതാണ് y coordinate of the new center of the first cluster. അതേപോലെ തന്നെ സെക്കൻഡ് ക്ലസ്റ്ററിന്റെ പോയിന്റ്സിന്റെ എക്സിന്റെ ആവറേജും വൈയുടെ ആവറേജും കണ്ടുപിടിച്ചിട്ട് പുതിയ സെന്റർ കണ്ടുപിടിക്കണം. Okay, so look over here. We have got first cluster has got x1 x2 and x4 with 3 points in it. So the count is 3 and x3 x5 and x6 are in the second cluster and there also the count is 3. പുതിയ സെന്റർ കണ്ടുപിടിക്കാനായിട്ട് now the new v1 will be the average of these points. So x1 x2 x4 divided by 3 that is 2 and 1.33 and v2 similar ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ we get 3.67 3.67.
So the new centers are 2, 1.33 and 3.67, 3.67. അപ്പം നേരത്തെ സെന്ററിൽ നിന്നും ഇവിടെ ഒരു മാറ്റമുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ തീർന്നില്ല. ഈ 2 പോയിന്റ് ഇനിയും വെച്ചിട്ട് വീണ്ടും ഈ ടേബിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. And we have to find the distance of each point from the new 2 centers. Okay, അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന് until previous centrum നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ സെന്ററും ഡിഫറൻസ് ഇല്ലാത്തടം വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഈ പർട്ടിക്കുലർ കേസിൽ നമ്മൾ 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ അവസാനം we will get 2 clusters where the first cluster is centered around 2, 1.75 and there are 4 points x1, x2, x3 and x4 are in the first cluster, and in the second cluster centered around 2, 4.75 we have got x5 and x6. Okay, this is our k-means clustering. Okay, so formal algorithm ആയിട്ട് എഴുതുന്നു ഇതേ കാര്യങ്ങൾ തന്നെ, just you can write in your own words, it's not necessary to learn this by heart. We assume that each data point is an n-dimensional vector. Okay, നേരത്തെ നമ്മൾ 2 dimension വേണ്ടിയിട്ടാണ് എക്സാമ്പിൾ ചെയ്തത്, but now we are assuming that we have got an n-dimensional vector. So each input is x1, x2, etc. xn. The distance between 2 points x and y calculate ചെയ്യുവാണെങ്കിൽ corresponding values നമ്മൾ മൈനസ് ചെയ്ത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതാണ് Euclidean distance. We know what Euclidean distance is, so I'm not going to do that again. x1 minus y1 the whole square plus x2 minus y2 the whole square plus etc. xn minus yn, ഇത് yn ആണ്, xn അല്ല, yn the whole square, and the square root of this is our distance, Euclidean distance. Okay, so what is our aim? ഈ ഡിസ്റ്റൻസിനെ നമ്മൾ ഇനീഷ്യൽ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത സെന്റേഴ്സും പോയിന്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവായിരിക്കണം. ദാറ്റ് ഇസ് ഇൻട്രാ ക്ലസ്റ്റർ ഡിസ്റ്റൻസ്. ഇൻട്രാ ക്ലസ്റ്റർ ഡിസ്റ്റൻസ്, പോയിന്റ്സ് വിതിൻ ദ ക്ലസ്റ്റർ മസ്റ്റ് ഹാവ് വെരി സ്മോൾ ഡിസ്റ്റൻസ്. സോ ഇറ്റ് മസ്റ്റ് ബി വെരി സിമിലർ ടു ഈച്ച് അതർ. whereas inter-cluster must be more. Intra-cluster മാത്രം വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ k-means ചെയ്യുന്നത്. Because we are assuming that if the intra-cluster similarity is more and we have only clustered points which are very similar to each other, automatically points which are outside of that cluster will be more different than the ones inside the cluster. Okay, so the aim is to, if x up to n is the set of data points and v1 to vk are the centers, and ci for I is equal to 1 to k be the number of data points in the ith cluster. ഓരോ ക്ലസ്റ്ററിന്റെ number of points ആണ് ci, കാരണം നമുക്ക് ആവറേജ് ചെയ്യാനായിട്ട് ആ ci കൗണ്ട് വേണം. Okay, so ആണെങ്കിൽ then our aim is to minimize the intra-cluster similarity. So സെന്ററും പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ aim. Okay, so this is our objective function. Okay, and then formal ആയിട്ട് നമ്മൾ ഈ അൽഗോരിതം എഴുതിയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. Randomly select k centers v1 to vk. Calculate the distance of each point xi and each cluster center vj. For each j is equal to 1 to n, assign the data point xj to the cluster center vi for which the distance is minimum. Okay, let all xi1, that is ഒരു particular cluster ലേക്ക് xi1, xi2, etc. xic with the data points assigned to one center vi. അങ്ങനെ ഓരോ സെന്ററിലേക്കും നമ്മൾ കുറെ പോയിന്റ്സ് ആ രീതിയിൽ അസൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സെന്ററിനെ റീകാൽക്കുലേറ്റ് ചെയ്യുന്നു. എങ്ങനെയാ റീകാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു പർട്ടിക്കുലർ ക്ലസ്റ്ററിലുള്ള എല്ലാ പോയിന്റ്സിന്റെയും ആവറേജ് കണ്ടാണ് നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ക്ലസ്റ്റേഴ്സിന്റെയും പുതിയ സെന്റർ തീരുമാനിക്കുക. Okay, അത് കഴിഞ്ഞിട്ട് recalculate the distance between each data point and newly obtained cluster centers. അപ്പോൾ ഇത് vi ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വീണ്ടും നമ്മൾ ക്ലസ്റ്ററിംഗ് ചെയ്യാം. ക്ലസ്റ്ററിംഗ് ചെയ്യാം. Okay, if no data points were reassigned, എന്ന് വെച്ചാൽ നമ്മൾ ക്ലസ്റ്റർ ചെയ്ത സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താം, സ്റ്റോപ്പ് ചെയ്യാം. That means there is no more change
going to happen. Clusters, final clusters നമുക്ക് കിട്ടി. ഇനി അല്ല എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ, റീഅസൈൻമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ then centers will change. Center ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ പ്രോസസ് ഫ്രം സ്റ്റെപ്പ് 3 ഒന്നുകൂടെ ചെയ്യും. That is our k-means algorithm. Okay. Now, the easiest method to choose a cluster center is initial ചുമ്മാ റാൻഡം ആയിട്ട് k pick ചെയ്യുക. Okay, but I told you നമ്മുടെ initial സെലക്ഷനെ ബേസ് ചെയ്ത് നമ്മുടെ ഫൈനൽ ക്ലസ്റ്റേഴ്സിന് ചില ഡിഫറൻസസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് there are other methods also which have been experimented for setting the initial cluster center. Okay, the first method random ആണ്. Second, calculate the mean of all the data. Okay, അപ്പം ഒരു ഡേറ്റ സെറ്റിൽ n പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാത്തിന്റെയും കൂടെ മീൻ കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ മീൻ k വാല്യൂസ് k സെന്റേഴ്സ് ആണല്ലോ വേണ്ടത്, ആ മീനിൽ നിന്നും ചെറിയ ഡിഫറൻസ് വരുന്ന രീതിയിൽ റാൻഡം ആയിട്ട് k ഇനീഷ്യൽ വെക്ടേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുക. Okay, so calculate the mean of all the data and add small random vectors to the mean to get the k initial VIs. Okay, that is one method. Okay, then calculate, another method is principal components ne calculate ചെയ്യുക. Okay, principal component ne calculate ചെയ്തിട്ട് ആ റേഞ്ച്, ആ പ്രിൻസിപ്പൽ കോമ്പണന്റിന്റെ ഏത് റേഞ്ച് ആണോ ഉള്ളത് ആ റേഞ്ചിനെ k ഈക്വൽ ഇന്റർവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ k ഈക്വൽ ഇന്റർവൽസിനെ എടുത്തിട്ട് the data is divided into k groups. മൊത്തം ഡേറ്റയെ k ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ആ ഓരോ ഗ്രൂപ്പിന്റെ മീൻ എടുത്തിട്ട് ഇനീഷ്യൽ സെന്റർ ആക്കി വെക്കുന്നു. സോ ദി അസംഷൻ ഇസ് ദാറ്റ് പെട്ടെന്ന് നമുക്ക് കൺവേർജൻസ് നടക്കും. മറ്റേ രണ്ട് കേസിലും ചുമ്മാ റാൻഡമായിട്ട് പിക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് കൺവേർജൻസ് നടക്കണമെന്നില്ല. ഓക്കെ, ഈ കേസിലും പെട്ടെന്ന് കൺവേർജൻസ് നടക്കണമെന്നില്ല. ബട്ട് ക്ലസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ, k ക്ലസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ എന്നുള്ളതാണല്ലോ നമ്മുടെ അസംഷൻ. സോ നമ്മൾ k ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ആവറേജ് കണ്ടുപിടിച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പെട്ടെന്ന് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. Okay, so these are the three methods which are experimented for initial cluster center. Okay, now disadvantages of k-means clustering. വേറെ പല അൽഗോരിതം നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, എന്താണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഓക്കെ, the learning algorithm requires ഒന്ന് k നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കണം. A priori specification of the number of cluster centers. Okay, so k എന്താണെന്നുള്ളത് ആദ്യമേ അറിഞ്ഞിരിക്കണം. ഓൾസോ ഞാൻ ഇപ്പൊ പല പ്രാവശ്യം പറഞ്ഞു, നമ്മൾ ഈ ഇനീഷ്യൽ സെന്ററുകൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഫൈനൽ ക്ലസ്റ്റേഴ്സ്. സോ അതൊരു ഡിസഡ്വാൻറ്റേജ്. ഐ ഡോണ്ട് വാണ്ട് the clusters to be created dependent on anything else. എന്നുവെച്ചാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് based on the information in our data set. I want clustering to happen. That will not happen over here in k-means clustering. Okay, now with different representation of data we get different results. Okay, അപ്പോൾ ഞാൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യുന്നതിന് പകരം വേറെ ഏതെങ്കിലും കോർഡിനേറ്റ് സിസ്റ്റം, പോളാർ കോർഡിനേറ്റ് സിസ്റ്റംസ് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സെയിം ഡേറ്റ ആണെങ്കിൽ പോലും ഡിഫറെന്റ് ക്ലസ്റ്ററിംഗ് റിസൾട്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, ബിക്കോസ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ആവറേജ്. ഓക്കെ, യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് നോർമലി അൺഈക്വൽ വെയ്റ്റ്സ് ആണ്, അൺഈക്വലി ആണ് വെയിറ്റ് ചെയ്യുന്നത്. യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോഴത്തേനും നമ്മുടെ ആ വാല്യൂസെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ശരിക്കും കണ്ടുപിടിക്കുന്നത് ഡിസ്റ്റൻസ്. സോ ഇറ്റ് ക്യാൻ അൺഈക്വലി വെയിറ്റ് അണ്ടർലൈയിങ് ഫാക്ടേഴ്സ്. അതിന് സാധാരണ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇതിനെ എല്ലാത്തിനെയും കൂടെ സ്കെയിൽ ചെയ്ത് ഒരു വാല്യൂ റേഞ്ചിലേക്ക് കൊണ്ടുവരും. സോ ഇൻസ്റ്റഡ് ഓഫ് ഹാവിംഗ് 2, 3, 4, 5 എല്ലാ വാല്യൂസിനെയും 0 to 1 എന്നുള്ള റേഞ്ചിലേക്ക് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയം നമുക്ക് മാറ്റാനായിട്ട് കഴിയും. Okay, the learning algorithm provides local optima of the squared error function. എന്ന് വെച്ചാൽ നമ്മൾ ഏത് ഡേറ്റാസേൽ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതിന്റെ ഓപ്റ്റിമം വാല്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ. ബട്ട് ഗ്ലോബലി there can be other better answers. Okay, this is also because of the problem of that initial center. Randomly choosing of initial cluster centers may not lead to fruitful results because it is depending on my initial choice. And adinoru logical aayittoru choice alla njan edukkunna. I'm just doing it randomly. Okay, the algorithm cannot be applied on categorical data. Okay, so categorical data aye convert cheyidengil maatrame namukku ee algorithm directly use cheyan pattu. Averaging onnu namukku numbers allatha data ayil cheyanayittu pattathilla. Okay, this is the
disadvantage of K means clustering. ഇനി അത് കൂടാതെ വേറൊരു വിഷയമുണ്ട്. സാധാരണ ഡേറ്റാ സെറ്റ്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോൾ ഓഫ് ദ ഡേറ്റ, ഒരു വേരിയബിൾ നമ്മൾ എടുക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ഒരേ ഡിസ്ട്രിബ്യൂഷനിൽ ഫോളോ ചെയ്യണമെന്നില്ല. ഓക്കെ, ഇറ്റ് ക്യാൻ ബി സെയിം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കാം, പക്ഷെ ഡിപ്പെൻഡിങ് on where the data has been collected from or what kind of data is being collected, we can have unimodal distribution. That means ഒരു പീക്ക് മാത്രമേ ഉള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ ബൈമോഡൽ ആകാം, മൾട്ടി മോഡലും ആകാം. അപ്പോൾ more than one mode can be there in the density function or of the probability distribution. Okay, so ഇവിടെ ഒരു എക്സാമ്പിൾ, നമ്മുടെ assumption when we are doing K means, we are assuming that the whole of the data falls under unimodal. Okay, unimodal ആണെന്നുള്ള അസംഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഒരേ ടൈപ്പ് ഓഫ് ഡേറ്റ ആണ് ഒരു വേരിയബിളിൽ ഉള്ളത് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ബട്ട് ദാറ്റ് മേ നോട്ട് ബി ദ കേസ്. Okay, we are going to look at an example where of bimodal. Okay, അങ്ങനെ മാത്രമല്ല പലതും പല ഡിഫറൻസസും ഉണ്ടാവാം. Okay, so then it will become multi-modal case. Sorry. Okay, now we are looking at normal distributions only. Appo normal distribution the function nammal nerthe padichayirunnu. A normal distribution is 1 divided by sigma square root of 2 pi e raised to minus x minus mu the whole square divided by 2 sigma square. Okay, where mu is the mean and sigma is the standard deviation. Okay, now let us assume that we have a bimodal function. Okay, രണ്ട് മോഡ് ഉള്ള ഒരു ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്ത് എനിക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. എൻ്റെ മ്യൂ ഡിഫറെന്റ് ആണ്, എൻ്റെ സിഗ്മ ഡിഫറെന്റ് ആണ് ഫോർ പാർട്സ് ഓഫ് ദ ഡേറ്റ. Okay, so say that I can represent it by model analo. So I can represent one set of data by f1 of x and another set of data by f2 of x, and both are normal distributions. Okay, so I have f1 of x with the mean as mu1 and deviation as sigma 1, and f2 of x where the mean is mu2 and the deviation is sigma 2. അങ്ങനെ എനിക്ക് രണ്ട് നോർമൽ ഫങ്ഷൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ the function f of x is equal to, is a combination of these two functions with weights. It's a weighted combination of these two functions. So ആ വെയിറ്റിനെ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് pi1 ഉം pi2 ഉം ആയിട്ടാണ്. Okay, because ബാക്കിയുള്ള എൻ്റെ ഡിസ്കഷനും is going with pi1 pi2. I'm leaving it there, but this pi is not 22/7. Okay, this is the weight of each function in the whole data set. Okay, so f of x will be written as pi1 f1 of x plus pi2 f2 of x, where pi1 plus pi2 is equal to 1. Okay, and this is the representation for a bimodal function with just two modes. Okay, ഇനി മൾട്ടി മോഡൽ ആണ്, എനിക്കിത് എന്നിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. f of x will be equal to pi1 f1 plus pi2 f2 plus etc pi n fn. Okay, where pi1 plus pi2 plus etc pi n is equal to 1. Okay, that is for multi-modal distribution. Now let us look at the example for k normal distributions. എല്ലാം നോർമൽ ആണ് എന്നുള്ള അസംഷൻ, കാരണം നമ്മൾ സാധാരണ ഡീൽ ചെയ്യുന്ന റിയൽ ഡേറ്റ സെറ്റ്സ് ആർ ഓൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ബെൽ ആയിട്ടുള്ള ഷേപ്പിലായിരിക്കും. ഓക്കെ, so if my data set follows a k normal distribution, then for each k groups I have got one normal distribution. Adana fi of x is equal to 1 divided by sigma I square root of 2 pi e raised to minus x minus pi mu I the whole square divided by 2 sigma I square. Okay, so ഓരോ ഗ്രൂപ്പിന് ഒരു സിഗ്മയും ഉണ്ട്, ഒരു മ്യൂവും ഉണ്ട്, ഒരു മീനും ഉണ്ട്, ഒരു ഡീവിയേഷനും ഉണ്ട്. അങ്ങനെ we have got k distributions. ഈ k distributionsനും k വെയിറ്റുകളുണ്ട്. So I have got pi1 pi2 etc pi k constants which represent the weight by which each of these distributions are
there in the data set. Okay, and നേരത്തെ പറഞ്ഞ പോലെ pi1 plus pi2 plus etc pi k is equal to 1. ഇതെല്ലാം കൂടെ എടുക്കുമ്പോൾ ആ whole data set നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ the total function for that particular variable, any variable x, will be equal to pi1 f1 of x plus pi2 f2 of x plus etc pi k fk of x, because ഇവിടെ നമ്മൾ k normal distribution ആണ് ഒരു വേരിയബിളിൽ ഉള്ളതെന്നാണ് assume ചെയ്തിരിക്കുന്നത്. This is for multi-modal distribution. Okay, now we are going to look at an example. Let us take heights of people in a region. Okay, എന്നിട്ട് നമ്മൾ ഇതിനെ രണ്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, നമുക്കറിയാം ഹൈറ്റ് എന്ന് പറയുന്ന ആണുങ്ങളുടെ ഹൈറ്റും പെണ്ണുങ്ങളുടെ ഹൈറ്റും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ ബോത്ത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ്. പക്ഷെ അത് രണ്ടും ഒരു ഡിസ്ട്രിബ്യൂഷൻ ആക്കി നമ്മൾ എടുക്കുകയാണെന്ന് ഡിസ്ക്രിപ്പൻസി നമ്മൾ കാണും. സോ വി ഹാവ് ടു ലുക്ക് അറ്റ് മെയിൽ ഹൈറ്റ്സ് സെപ്പറേറ്റ്ലി ആൻഡ് ഫീമെയിൽ ഹൈറ്റ്സ് സെപ്പറേറ്റ്ലി, എന്നെങ്കിൽ മാത്രമേ ആ ബെൽ കർവ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. Okay, so obviously this is a bimodal distribution. Okay, there is a distribution for the heights of males and there is a distribution for heights of females. Okay, now ഇത് ജെൻഡർ അനുസരിച്ച് നമ്മൾ തിരിക്കുമ്പോഴാണ് ഈ രീതിയിൽ നമുക്ക് കിട്ടുന്നത്. നമ്മളത് ഏജ് അനുസരിച്ച് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ then we will get a multi-modal distribution, because ഓരോ ഏജ് ഗ്രൂപ്പിന് different sets of heights ആണ്. Okay, and അതിൽ തന്നെ മെയിലിനും ഫീമെയിലിനും different sets of heights ഉണ്ടാകും. Okay, so given only the height data and not the gender assignments for each of the data points, the distribution of all heights would follow the weighted sum of two normal distributions. Okay, so നമുക്ക് അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും ഹൈറ്റുകൾ മാത്രം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും the actual distribution will be two weighted distributions. Okay, so ഇവിടെ ഒരു എക്സാമ്പിൾ, നമുക്കിത് ഹൈറ്റ് ആണെന്ന് പറയുന്നില്ല. Okay, this is some variable x for 100 observations. Okay, so 100 observations നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ഫ്രീക്വൻസി ടേബിൾ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 0 to 1 റേഞ്ചിൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. അത് മാത്രം ഞാൻ കൗണ്ട് ചെയ്യും, ബാക്കി നിങ്ങൾ ചെയ്തോണം. Okay, so ഇതിങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കേസിൽ 0 ഇല്ല, 0 to 1 ഇല്ല. Okay, ഇവിടെ ഒരു 0 to 1 ഉണ്ട്. So there is 1. ബാക്കി എല്ലാം are above 1. 1, 2. Okay, here ഇല്ല, here 3, 4. ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഓക്കെ, സോ മൊത്തം 0 to 1 റേഞ്ചിൽ 4 എണ്ണമേ ഉള്ളൂ. അതാണ് ഇവിടെ ഫ്രീക്വൻസി ആയിട്ട് കാണിച്ചിരിക്കുന്നത്. റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 ഡേറ്റയിലും റിലേറ്റീവ് ആയിട്ടുള്ളതാണ്. സോ 4 divided by 100 ആണ് 0.04. അങ്ങനെ 1 to 2 9 ഉണ്ട്, 2 to 3 26 ഉണ്ട്, 3 to 4 18 ഉണ്ട്, 4 to 5 6 ഉണ്ട്, 5 to 6 9 ഉണ്ട്, 6 to 7 12 ഉണ്ട്, 7 to 8 9 ഉണ്ട്, 8 to 9 7 ഉണ്ട്, 9 to 10 0 ഉള്ളൂ. ഓക്കെ, സോ ഇതിൽ നിന്നും തന്നെ നമുക്ക് കാണാം, കണ്ടു ഇവിടെ ഒരു പീക്ക് വരുന്നുണ്ട്, 2 to 3 ഒരു പീക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പീക്ക് 6 to 7 വരുന്നത്. Okay, so you can see that this is a bimodal data by simply looking at the frequencies. Okay, എന്നിട്ട് അതിന്റെ ഒക്കെ റിലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഹിസ്റ്റോഗ്രാം നമ്മൾ വരയ്ക്കുവാണ് എന്ന് വിചാരിക്കുക. സോ സി റേഞ്ചിൽ 0 to 1 റേഞ്ചിലുള്ള എല്ലാ വാല്യൂസും നമ്മൾ, ഇതിപ്പോ നമ്മൾ വരച്ചിരിക്കുന്നത് 0.04 എന്നുള്ള വാല്യൂവിനാണ്. ആൻഡ് ഹിസ്റ്റോഗ്രാം വരച്ചിരിക്കുന്നത് ഈ ഷേപ്പ് വരത്തക്കണോ ഉള്ള ഒരു കണ്ടിന്യൂസ് കർവ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു 2 പീക്സ് ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ ദിസ് ഇസ് എ നോർമൽ ഫംഗ്ഷൻ വിത്ത് 2 പീക്സ്. സോ ആർ പ്രോഗ്രാം നമ്മൾ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ രീതിയിലാണ്. സിഗ്മ എസ് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷന്റെ സിഗ്മ എസ് 1.2 ആൻഡ് ദ മീൻ ഇസ് 3 വിത്ത് വെയിറ്റ് 0.7. And second distribution the sigma is 0.87 and the mean is 7 and the weight is 0.3. Okay, so 100% data ile 30% data is following this distribution
and 70% of the data is following this distribution. എന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ഇത് ആർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം പല പ്രാവശ്യം ചെയ്ത് നോക്കിയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. വാല്യൂസ് ഓഫ് പൈ ആൻഡ് ഓൾ ഡിഫറെന്റ് കോമ്പിനേഷൻസ് നമ്മൾ നോക്കണം. ഓക്കെ, നൗ മിക്സ്ചേഴ്സ്. Sorry, 1 minute, I can't read the heading. Mixtures in terms of latent variables. Okay, mixtures in terms of latent variables. Latent variables എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വേരിയബിളിലും നമുക്ക് ഡിഫറൻസസ് ഉണ്ടാവാം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഏതൊക്കെയാണ് ഈ വേരിയബിൾസ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ഓരോ വേരിയബിളിന്റെ ഉള്ളിലുള്ള ഡിഫറൻസസ് നമ്മൾ കണ്ടുപിടിക്കണം. Okay, so that how it is done. Similar to earlier ചെയ്ത സെയിം കാര്യങ്ങളാണ്, but we are making it generalize for each feature separately and the whole data set. Okay, so let a k-dimensional random variable be defined as k dimensions ulla oru variable is defined as z. Okay, so z is equal to z1, z2, etc. zk. Okay, where z1 plus z2 plus zk നമ്മൾ ഒരു വേരിയബിളിന്റെ എടുത്തു കഴിഞ്ഞാൽ it is equal to 1. Now ഇവിടെ we are going to assume that the vectors will have 0 values or 1 values. Okay, and we have the constraint that z1, z2, etc. zk total ചെയ്യുമ്പോൾ 1 ആയിരിക്കണം എന്നുള്ളത് നമുക്ക് ഉണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരിടത്ത് മാത്രമേ 1 അപ്പിയർ ചെയ്യത്തുള്ളൂ. Okay, so assume that zi is an element of either 0 or 1. So if the probability of z of k is equal to 1, okay, if z of k is equal to 1, then that is equal to pi of k. Our probability value is the pi of k value, weight of that particular variable. Okay, so we have got probability values, probability values for each of the elements in z. So we have pi 1 raised to z1, pi 2 raised to z2, etc. pi k raised to zk. So a particular variable in the probability എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും, വെയിറ്റിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. നേരത്തെ ആണെങ്കിലും നമ്മൾ ഈ എക്സാമ്പിൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നോക്കി pi 1 is 0.7 and pi 2 is 0.3. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തോ 1. Okay, so എത്ര വേരിയബിൾസ് ഉണ്ടെങ്കിലും ഈ രീതിയിലായിരിക്കണം നമ്മുടെ പൈയുടെ വാല്യൂ ടോട്ടൽ ചെയ്യുമ്പോൾ 1 ആയിരിക്കണം. Okay, now suppose x1, x2, xn are the set of observations. അതിന്റെ known data set എന്ന് പറയുന്നത് x1, x2 up to xn ആണ്. Okay, I don't know the values of zi. ഓരോ z corresponding to x1 ന്റെ വാല്യൂ എനിക്ക് അറിയത്തില്ല. So that is the unknown value. Okay, and this is the z is the unknown value, is the value of the random variable z which is associated with each xi. So z is associated with each xi. So x1 in z1 ഉണ്ട്, x2 in z2 ഉണ്ട്, and it is given as the ordered pair x1 z1, x2 z2, etc. xn zn. Okay, now the conditional probability of x given z is equal to f1 of x raised to z1 into f2 of x raised to z2, etc. fk of x raised to zk. Okay, so independent ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്താണ് ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി നമുക്ക് കിട്ടുന്നത്. Okay, and our marginal distribution of x is given by നേരത്തെ equation. ഈ ഓരോ function distribution we are associating with the weight pi 1. Okay, so probability, sum of the probability of z into the probability of x given z is our total probability of the function. So we have got pi 1 f1x plus pi 2 f2x plus etc. pi k kx is the total probability of that particular variable. ഇത് നമ്മുടെ നേരത്തെ മൾട്ടി മോഡൽ ഫങ്ഷൻസ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും ഇൻ എ സിംഗിൾ വേരിയബിൾ എന്നുള്ളതിന്റെ ജനറലൈസേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. Okay, now the next topic is expectation maximization algorithm. Expectation maximization algorithm I will be taking in the next class.
Now, next class എടുക്കുന്നതിന് മുമ്പ് maximum likelihood estimate MLE എന്നുള്ളത് നമ്മൾ already പഠിച്ചിട്ടുള്ളതാണ്. Okay, അത് just ഒന്ന് നോക്കി വരുവാണെന്നുണ്ടെങ്കിൽ it will be a little easier. Okay, so I'm not going to take MLE again. MLE you have already learned in the previous chapter, so please go through that and come. I hope you have understood today's lesson. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ please contact. Okay, thank you.